സൈക്കോളജിന്റെ എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ച വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ചലഞ്ച് ഇന്നിവിടെ നടക്കാൻ വേണ്ടി പോവാണ്. അതായത് ശൈലാജിക്ക, ജർമ്മൻ ജോണി മുത്ത്, അതായത് സൗദി, ജർമ്മനി, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, കുട്ടനാട് ഒന്നുകൂടെ പറഞ്ഞാൽ സൗദി, ജർമ്മനി, ഇന്ത്യ. മണ്ണാണോ? അങ്ങനെ വാശിയർ നിങ്ങൾ എപ്പോഴും പറയല്ലോ കിംബോയ് വരട്ടെ, വിനീഷ് ബ്രോ കാണിച്ചു തരാന്ന്. ഒത്തിരി പേര് കിംബോയുടെ പേര് കമന്റ് ചെയ്യാറുണ്ട്. ഇന്ത്യ അരി മണ്ടില്ലേട്ടോ, അവനെ പറയാൻ പറ്റത്. ജർമ്മനി വേറെ ലെവലാന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ജർമ്മനിയിൽ പലതരത്തിലുള്ള തീറ്റി മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടിയിട്ടില്ല. ഉണ്ട്. കാത്തിരുന്ന് പറയാതെ അങ്ങോട്ട് പറയണം. എന്താണ് നീ പറഞ്ഞു? അവൻ കഴിഞ്ഞ വട്ടം പഴങ്ങഞ്ഞു കുടിക്കുന്ന അവിടെ ജർമ്മനി പഴകഞ്ഞുണ്ടോ? പിന്നെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ മത്സരം കപ്സയാണ്. നമ്മുടെ ഇക്കയുടെ സ്പെഷ്യലാണത്. വിജയിക്കാൻ വേണ്ടി വെച്ച കേട്ടത് കപ്സ. സൗദിയിൽ മെയിൻ ആയിട്ടുള്ള കപ്സയാണ്, ചിക്കൻ കപ്സ. ജർമ്മനിയും കിട്ടും കപ്സ. നമ്മളിവിടെ നമുക്ക് വളരെ കുറവാണ് അവിടെ കിട്ടുന്നത്. അപ്പം 3 പേര് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ആരും ഇല്ല കേട്ടോ. ആണോ? ഏരിയയിലേക്ക് വരിക, നമുക്ക് കയറുന്നില്ല. അപ്പൊ എന്തായാലും നമ്മള് ഇവരും ഒന്നുമില്ല. ചിലകല്ലേ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം ഇവര് 3 തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ്. ഞാനും നന്ദു, സുബിനും നിതിനും ഞങ്ങള് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഓരോ ടീമായിട്ട് മാറും. ഇക്കയെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയുണ്ട്? കഴിഞ്ഞ ഓണം ജയിപ്പിച്ചിട്ട് ഞാൻ എതിരാണ്. ഞാൻ ജർമ്മനും എതിരുള്ള കൂടുതൽ ഞാൻ എതിരാകുന്ന ജയിക്കുന്നതെന്ന് പറഞ്ഞു. എതിരാണെന്നും പറഞ്ഞ് നിങ്ങൾ ശോകഗാനം വന്നെ ചെവി പാടില്ല. അതല്ല, ഞാൻ എതിരായി നിങ്ങൾ പുറകിലാന്ന് പറയുമ്പോഴാണ് നിങ്ങൾ കയറുന്ന ആൾക്കാർ പറഞ്ഞത്. ആൾക്കാരൊക്കെ പലതും പറയും. കഴിക്കത്തൊന്നുമില്ല, നോക്കാം. സെയിം ഡയലോഗ്, ഒരു മാറ്റം. അല്ലല്ലേ, ഇപ്പൊ ഒത്തിരി നാളെ കഴിച്ചിട്ട് ഫുഡൊക്കെ അങ്ങനെ വലുതായിട്ട് കഴിക്കത്തൊന്നുമില്ല, ഡയറ്റിലൊക്കെ. ജോഡി റെഡിയാണ്. അപ്പൊ നമുക്ക് പോലെ ഞാന് കഴിക്കത്തൊന്നുമില്ല കാര്യമായിട്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ആൾക്കാർ കാത്തിരിക്കുവാണ് കിംബോ ഇക്ക വരണം, ഇക്കായിട്ട് മത്സരിക്കണം, ഇക്ക ഇൻറ്റു ബിനീഷ് ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മത്സരം ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത നല്ല കിടിലൻ മത്സരം നമ്മുടെ ജർമ്മൻ ജോണി. എന്ത് ജർമ്മൻ ജോണി, ചങ്ങനാശ്ശേരി മുത്ത്, കുട്ടനാട് മുത്ത് ആൻഡ് കിംബോയ് ഫ്രം സൗദി അറേബ്യ. ഒന്നോ പറയാം, ജോണി ഫ്രം ജർമ്മനി, ബിനീഷ് ഫ്രം ഇന്ത്യ, കിംബോയ് ഫ്രം സൗദി. അപ്പൊ ഇവർ സപ്പോർട്ടേഴ്സ് ആയിട്ട് ഇവിടെ ജർമ്മൻ ജോണിക്ക് നന്ദു, ബിനീഷ് റോയ്ക്ക് നിതിൻ, കിംബോയ്ക്ക് സവേ. Ready? 1, 2, 3, start! ജോണി കയറുന്നു, ജർമ്മൻ ജോണി, മസിലുള്ള ജർമ്മൻ ജോണി കയറുന്നു. കോഴിയെ പോലെ തന്നെ മസിലുള്ള ബോയിലർ ചിക്കൻ ഡെയിലി കഴിക്കുന്ന ചങ്ങല ഒഴിക്കാവൂ. ജർമ്മൻ ജോണി മത്സരിക്കുന്നു. ഇല്ല, എപ്പോഴും പുള്ളി പിറകിലാണ്, പക്ഷെ അവസാനം പുള്ളി ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിവിടെ ജയിക്കാൻ പോകുന്നത് ഞങ്ങളെ ബിനീഷ് ബ്രോ ആയിരിക്കും. ബിനീഷ് ബ്രോക്ക് എതിരാളി ഉണ്ടെങ്കിൽ അത് ആരാണോ? ജോണിയാണോ? ജോണിയാണ്. ജോണി ഭയങ്കര കഴിവാ. ജോണി എന്തോ കഴിവാറിയോ, കുറെ നേരം ഉരുട്ടോ ജോണി.
കമോൺ ജോണി കമോൺ. കഴിക്കശയിലാണ് തീ കഴിച്ചേ തോപ്പിക്ക് വേണ്ടിയുള്ള പണിയത്. പറ്റും. ഹാഫ് ഉണ്ട്. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. കമോൺ ആ പിടി കണ്ടറിയാം. പഴയ പിടി കണ്ടറിയാം, തോൽക്കാനുള്ള പിടിയാണ്. കിംബോയി സവാള വെച്ച് കാറ്റുന്നു. ജോണി ഇവിടെ ജോണിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. തന്റെ എല്ലാ യൂറോപ്പിലെ എല്ലാ ശക്തിയും എടുത്താണ് മത്സരിക്കുന്നത്. യൂറോപ്പിലെ ശക്തി എടുത്ത് മസിൽ ജോണിയുടെ ചിക്കനൊക്കെ സെറ്റായി കഴിക്കുന്നത്. ഇവിടെ ഉണ്ട് മസിൽ ഇവിടെ. ഇല്ല, ആ മസിൽ ചൊട്ടിപ്പോയാണ് ജോണി പറഞ്ഞത്. ജോണിയുടെ മസിലാണ് ഇപ്പോഴത്തെ മസിൽ. ബിനീഷ് ബ്രോ കമോൺ ബിനീഷ് ബ്രോ. ആരെ നോക്കണ്ട. ജോർജ് മത്സരം ജോണി വേഴ്സസ് ബിനീഷ് വേഴ്സസ് കിംബോയ്. ഒരു തിരിച്ചുവരവിന്റെ പാതയിൽ പലരും കാത്തിരിക്കുന്ന കമന്റ് സെക്ഷനിൽ തിരക്കുന്ന നമ്മുടെ കിംബോയ് ഇപ്പോൾ പിറകിലാണ്. പക്ഷെ നമുക്ക് തൊട്ട് പിറകെ അദ്ദേഹം ഉണ്ട്, വെള്ളം കുടിച്ച് ഇറക്കുന്നുണ്ട്. പക്ഷെ ജർമ്മൻ ജോണിക്ക് വെള്ളം വേണ്ട. എനിക്കും ജർമ്മനിയിൽ വെള്ളമില്ലെന്ന് തോന്നുന്നു. പല കാര്യങ്ങൾക്കും ജർമ്മനിയിൽ വെള്ളമില്ല. അതുകൊണ്ട് പുള്ളി വെള്ളം ഉപയോഗിച്ചിരിക്കുകയാണ്. വെള്ളം കഴിക്കാനുള്ള കഴിപ്പാണിത്. ടിഷ്യൂ പേപ്പർ ജോണി ലീഡ് ചെയ്യുന്നു. ജോണി ഇലയാണിത്, ബീച്ചോടെ ഇലയാണിത്, കിംബോയുടെ ഇലയാണിത്. വാശിയേറിയ മത്സരം. മയനസ് കൊടുത്ത് എല്ലാവർക്കും. ജോണിക്ക് ക്ലീനിങ് ഉണ്ട്. ടിഷ്യൂ മയനാണ്. ജോണിയുടെ ഫേവറേറ്റ് ജർമ്മൻ മയോ. എന്നോട് എന്തോട്ട് ഒന്നുമില്ല ജോണിയും ബിനീഷ് ബ്രോയും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ജോണി, ജർമ്മൻ ജോണി. അതെ ജോണി വിചാരിച്ച കൂട്ടല്ല. ജോണിയുടെ കൈ കണ്ടാ അറിയാം. പകുതി മുക്കാലും താഴെ പോയെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ശൈലാജണ്ണി ഞങ്ങളുടെ സൗദിയിൽ എപ്പോഴും ഇത് ഞങ്ങളുടെ പ്രസിഡന്റ് ഒക്കെ ഉണ്ടോ? അത് ജോണി പറയണം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയണം. ജോണിയുടെ നിഘണ്ടുവില്ല. ജോണി കേറി വരുന്നു, അടിച്ചു കയറി വരുന്നു. ജോണി അടിച്ച് കയറി വാടാ മോനെ. നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യണമല്ലോ. ജർമ്മനി അടുത്തടുത്ത ബന്ധമില്ല. 3 പിടി മാത്രം ബിനീഷ് ബ്രോയ്ക്ക് വെറും 3 പിടി. പക്ഷെ ചിക്കൻ ഉണ്ട്. ഇവിടെ 10 പിടിയുണ്ട് ഞങ്ങൾക്ക്. കുഴപ്പമില്ല. ഇല്ല, ശൈലാജ് കഴിക്കും. ശൈലാജ് വയറ് നിറത്തില്ല. അതാണ് ശൈലാജിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എത്ര വെള്ളം കഴിക്കും. ജോണി ചതക്കുന്നു. ഇല്ല. ജോണി മുക്കാൽ താഴെ. ജോണി ബിനീഷ് ബ്രോയെ തകർക്കാൻ ജോണി വന്നിരിക്കുന്നു. ജോണി ഫ്രം ജർമ്മനിയിൽ നിന്ന് വന്ന ജോണി. ഇല്ല കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ജോണി ഒപ്പത്തിനൊപ്പമാണ്. ഒപ്പത്തിനൊപ്പം ഇറങ്ങുന്നുണ്ട്. ഇവിടെ 4 പേര്. ഇവിടെ ഈ പുള്ളി ഇതേത് രാജ്യം? വളരെ ഫാൻസിനായിട്ട് വളരെ വലിയൊരു കരുത്ത തിരിച്ചടി ആണ്. അപ്പൊ ഇഞ്ചോടിഞ്ച് മത്സരം. ഇല്ല ബിനീഷ് ബ്രോ. ഇല്ല ഇഞ്ചോടിഞ്ച് മത്സരമാണ്. തീർന്നു. ജോണി വെളുത്ത് തൊടുത്ത് ചുമന്നിരിക്കുന്ന ജോണി. ചെറിയ കൈ, അവരുടെ വലിയ കയ്യ. അതാ പ്രശ്നം. പുള്ളി 2 ഒരേ കൈ ഉള്ളത്. കൈ നോക്കണം. നിന്റെ വലുത് ഏറ്റവും വലിയ കൈ നിന്റെ കണ്ടിടും. ചെറിയ കൈ നിന്റെ കൈ. സംസാരിക്കുന്നതിനിടയ്ക്ക് കയറുന്നു ജോണിക്ക് ബിനീഷ് ബ്രോയ്ക്ക് എതിരാളി തന്നെ കേട്ടോ. ആദ്യമായിട്ടാണ് ലാസ്റ്റ് വരെ പിടിച്ചിരിക്കുന്ന ആള്. പുള്ളി വെള്ളായിട്ടും പുറകിന്ന് വരുന്നു. പിടിച്ചു കയറുന്നു ജോണി.
ജോണിക്ക് പണ്ടുള്ള ശീലമാണ്, എന്തെങ്കിലും കിട്ടിയാൽ അതിൽ പിടിച്ചു കയറും. ഒരു വിട കൊണ്ട കയറും ജോണി. അതാണ് ജോണി. ജോണി come on, ഇറക്കണം. ജോണി തീർത്തിരിക്കാനോടെ സമയം എടുക്കും ഇറങ്ങാൻ. ചിക്കന് കുറച്ചുണ്ട്. ഇറക്കണം. അതെ ഇത് കാക്കണം. Come on, ജോണി. ഇല്ല, ജോണി ഇല്ല, ജോണി പോയി. നമ്മുടെ ജോണി. ചിക്കൻ പീസ് കുറച്ചേ ഉള്ളൂ. എന്തൊരു പാടാ അവിടെ സാമാനം കഴിച്ചിറങ്ങി. ജോണിയായിട്ട് ഇനി മുട്ടേണ്ടിയിരിക്കുന്നു. ഇത് കണ്ടോ മടിയിരുത്തേക്കാ നീ അവനെ. ഞങ്ങള് പരമാവധി കഴിച്ചു കേട്ടോ. ധോണി എതിരാളി തന്നെ ബിനീഷ് ബ്രോയ്ക്ക്. ഗായ്സ്, അങ്ങനെ വാശിയേറിയ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചോട്ട് തന്നെ പുള്ളി ജയിച്ചു. പക്ഷെ എന്നാലും എന്തായാലും ആദ്യമായിട്ടോ ഈ പുള്ളി ജയിച്ചെന്ന് അറിഞ്ഞിട്ടും പുറകെ പോയി പൊരുതിയ അല്ലേ ഒരാള്. നീയല്ല, സോറി എന്നോട് പറയും. ജോണി, ജർമ്മൻ ജോണി. സത്യം അവള് തോറ്റെന്ന് അറിഞ്ഞാലും പിന്നെയും പുറകെ നോക്കിയപ്പോ പുള്ളി എല്ലാം ഒരു കഴിച്ച് വൃത്തിയാക്കി ജയിച്ചെന്നുള്ള ആഘോഷത്തിന് വേണ്ടി വരുന്നതിന് മുന്നേ അപ്പുറത്ത് നിന്ന് കഴിച്ചോണ്ടിരിക്കുവോ. ആ ഒരു പോരാട്ട വീര്യം. ഞങ്ങൾക്ക് എല്ലാവരും പൊരുതുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതെ, ജർമ്മൻകാരൻ പുള്ളി ഓൾറെഡി പൊരുതുന്ന ആളാണ്. ജോണി എന്ന് പേര് വന്നത്. അത് പറയണം, ചില കാര്യങ്ങൾ നമ്മൾ എടുത്തെടുത്ത് പറയണം അതല്ലേ. അപ്പോൾ എന്നാലും നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാത്തുള്ളൂ കാര്യങ്ങൾ. ഇദ്ദേഹം വന്നോണ്ടായിരിക്കാം ഞങ്ങളുടെ ഇപ്പൊ മിക്കവാറും ഞാനും ഇതിനും സുബിനോട് മത്സരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പുതിയൊരു സംഭവം എന്താ പറ്റിയതിനെ പറ്റി പറഞ്ഞു. എന്താ ഇല്ല, ഞാനത് ഒത്തിരി നാളുകൊണ്ട് ഇത് കഴിക്കണില്ല. അപ്പൊ എനിക്ക് എളുപ്പം ഗ്യാസ് കയറും. ഫുഡ് വളരെ പണ്ട് റാവത്ത് വന്നപ്പോൾ ഇതുപോലായിരുന്നു. നമുക്ക് കുറച്ച് 2 ദിവസം കഴിയണം. പക്ഷെ വേറെ താങ്കളുടെ കൂടെ പങ്കാളി ജർമ്മനി ഇപ്പൊ പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും കൊടുത്തു ജർമ്മനി കൊണ്ട് ഇവൻ ടിവി എന്താ ഇത്? ഇതാണോ ജോണി? കമോൺ ജോണി, എന്റെ പുറത്ത് കെട്ടിട്ട് കമോൺ ജോണി. കൊടുത്തായിരുന്നു. എന്നിട്ട് ഇച്ചിരി കുറച്ച് കഴിഞ്ഞ് നോക്കൂ, രണ്ടുപേരുടെ ഒരലക്കകത്തുനിന്ന് കഴിക്കും. ചെവി വന്ന് പറഞ്ഞു ഞാൻ ഒന്നും കഴിച്ചില്ല. എപ്പോഴും മനസ്സിലുള്ള ആളാക്കി പോയി. അതെ തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും കട്ട മത്സരം എന്തായാലും കിട്ടി. റൈസ് ആയോണ്ടെന്ന് തോന്നുന്നു. പുള്ളി കോഴിയാണ്, പുള്ളിക്കോഴിയൊക്കെ കഴിക്കും. ട്രൈ ചെയ്തു കഴിച്ചിട്ട് ബിനീഷ് ബ്രോ അവിടെ പോയി ഇരിക്കും വയ്യാന്ന് പറഞ്ഞു. പുള്ളി നടക്കുവോ? അത് അവസാനം വരെ തോറ്റെന്ന് പറയുന്നത് പോരാടി. സാധാരണ ഇപ്പൊ എക്സാമ്പിൾ കഴിഞ്ഞ തവണ നമ്മുടെ കേടി ഇരുന്നിട്ട് നിങ്ങൾ ടീമല്ലേ ടീം മണ്ണ് വന്നപ്പോഴും തന്നെ കേടി മത്സരിച്ചു തോറ്റെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് പുള്ളി കിട്ടിട്ട് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ പോയില്ല കേട്ടോ. അത് വീണ്ടും നല്ല വിഷമുണ്ടായിരുന്നു. അല്ല, ജോണിയോട് ഈ ജോണി ആദ്യമായിട്ട് നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന പുള്ളിയുടെ അഭിപ്രായം ഫസ്റ്റ് മത്സരം. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പറയാൻ എന്തുവാ, പുള്ളിയുടെ മോന്ത കാണുമ്പോൾ മാത്രമേ എനിക്ക് കഴിക്കാൻ തോന്നുള്ളൂ. പുള്ളി അമ്മാതിരി ഫില്ല് ചെയ്ത് ചോറ് ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ പുള്ളി എങ്ങനെയാണോ ചവയ്ക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പുള്ളി വെള്ളമൊക്കെ വെച്ചായിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത്. വെള്ളം കുടിച്ചില്ല. പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാൻ തോന്നിയില്ല. ജർമ്മനി വെള്ളം ഉപയോഗിക്കത്തില്ലല്ലോ പല കാര്യങ്ങളും. തുടച്ചേണ്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ വെള്ളം ഒഴിക്കും. ഇദ്ദേഹത്തെ മെമ്പർഷിപ്പ് സുബിനെ എങ്ങനെയുണ്ട്? പുള്ളിക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് മെമ്പർ ആക്കാൻ വേണ്ടി. കിംബോയ് നിങ്ങൾ ലോട്ടറി ടീമിൽ ചേർന്നു പറ. ഒരു കട നോക്കാം നമുക്ക്. ഒരു ആൻസർ പ്രൈസ് വേണ്ട, പുതിയ ഐറ്റം ഉള്ളത്. എന്തെങ്കിലും മനപ്രൈസ് ഉണ്ടോ? ഒന്നുമില്ല, കഴിച്ചിട്ട് ഇറങ്ങുന്നില്ല. ആസ്വദിക്കുമായിരുന്നു. സൂപ്പർ ഫുഡാണ് കേട്ടോ. കപ്സ ഇങ്ങനൊന്നും അറിയില്ല. ഇത് നമ്മൾ കൊണ്ടുവച്ചിട്ട് ഇത് മന്തിയാണ് കപ്സയാണ്. ഇതിപ്പോ കടയിൽ കപ്സ തന്നു നമുക്കറിയത്തില്ല. ഞാൻ ആയിട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ കപ്സയുടെ പീസ് കുറച്ചുകൂടി ചെറിയ പീസ് ആയിരിക്കും. മന്തിയുടെ പീസ് പോലെ എനിക്ക് തോന്നുന്നു. ഇവർ മന്തിയുടെ പീസ് എടുത്ത് കപ്സ റൈസ് പോലെ ഉണ്ടാക്കിയിട്ട് കപ്സാണ്. അപ്പോൾ വിജയിച്ച ബിനീഷ് പ്രോ ടീമിന് അഭിനന്ദനം. ടീം ഇന്ത്യ ഭാരത് മാതാ കി ജയ്.
ഇന്ത്യയെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മനഃപൂർവ്വം ഒഴിഞ്ഞു കൊടുത്തു. അങ്ങനെ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യ തീവ്രവാദി അത് പറയൂ. നീ ജർമ്മനല്ലേ? നീ ഹിറ്റ്ലറാണോ ആളാന്ന് പറഞ്ഞത്? പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ജോണിയുടെ പുതിയ പുതിയ കളികളും നമ്മുടെ കളിപ്പീരുകളും കളിപ്പീരികളും നീ കാണാനിരിക്കുന്ന പുതിയ പുതിയ ഐറ്റങ്ങളും കമ്പനി കാണാനിരിക്കുന്നേ ഉള്ളൂ. നമുക്കിനി വരുന്നുണ്ട്. എന്തായാലും എനിക്ക് പറയുന്നു എനിക്ക് ക്ഷീണം നീ പറയുന്നു. വീട്ടിൽ പോണ്ടായോ? ഞാൻ പോണ്ടേ പറയും. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട്